നമുക്ക് ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും എന്താണ് ലെൻസിൻ്റെ പവർ എന്നുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പവർ ഓഫ് ലെൻസ് നമ്മൾ എഴുതിക്കാണ്. ദ എബിലിറ്റി ഓഫ് എ ലെൻസ് ടു കൺവേർജ്, കോൺവെക്സ് ആണ്, കൺവേർജ് ചെയ്യുക, ഓർ ഡൈവേർജ് ദ റേസ് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. ലൈറ്റ് വന്ന് ലെൻസിൽ വീഴുമ്പോൾ ആ ലെൻസ് ആ ലൈറ്റ് റേനെ കൺവേർജ് ചെയ്യുകയോ ഡൈവേർജ് ചെയ്യുകയോ ചെയ്യും. ആ എബിലിറ്റിയെ, ആ കഴിവിനെ, ആ ടാലൻറ്റിനെ പറയുന്ന പേരാണ് പവർ ഓഫ് ലെൻസ്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ലെൻസ്. കോൺവെക്സ് ആയിക്കോട്ടെ, കോൺകേവ് ആയിക്കോട്ടെ, ലെൻസിൻ്റെ എബിലിറ്റി ഓഫ് എ ലെൻസ് ടു കൺവേർജ് ഓർ ഡൈവേർജ് ദ റേസ് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. ഒരു ലെൻസിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേയെ കൺവേർജ് ചെയ്യുക, കോൺവെക്സ് ആണ്, ഡൈവേർജ് ചെയ്യുക, കോൺകേവ് ആണ്. അതിനുള്ള ലെൻസിൻ്റെ എബിലിറ്റിയെ പറയുന്ന പേരാണ് പവർ ഓഫ് ലെൻസ്. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ എന്നുള്ള യൂണിറ്റാണ്, ഡി കൊണ്ട് സൂചിപ്പിക്കുന്നു. യൂണിറ്റ് ഇവിടെ ഒന്നുകൂടി എഴുതാം. യൂണിറ്റ് ഡയോപ്റ്റർ എന്നാണ് പറയുക. ഡയോപ്റ്റർ ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഡയോപ്റ്റർ. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചേക്കാണ്. ലൈറ്റ് റേ വന്നു, ഇതിനെ എന്ത് ചെയ്തു? കൺവേർജ് ചെയ്തു. അറ്റ് ആൻ ആംഗിൾ ഡെൽറ്റ ആംഗിളിൽ കൺവേർജ് ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഹൈറ്റാണ് ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചിരിക്കുന്നു. ഇത് ഫോക്കസിലേക്കാണ്, പാരലൽ അല്ലെ, എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഇൻഫിനിറ്റിയിലാണ്. സോ ഫോക്കസിലേക്കാണ് കൺവേർജ് ചെയ്യാം. സോ ദിസ് ലെങ്ത് ഈസ് എഫ്. സോ ഞാൻ എടുത്തേക്കാണ് ടാൻ ഡെൽറ്റ ഈക്വൽ ടു എച്ച് ബൈ എഫ്, ഓപ്പോസിറ്റ് ബൈ adjacent, h by f. If h equal to 1, tan delta equal to 1 by f. For small angles, tan theta is approximately equal to theta. So tan delta എന്ന് എഴുതാം. Delta equal to 1 by f. Delta is the angle in which the power of lens is defined as the tangent of angle by which it converge or diverge a beam of light falling at unit distance from the optical center. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് യൂണിറ്റ് ഡിസ്റ്റൻസ് ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് h ഈക്വൽ ടു 1 എന്ന്. നമ്മൾ യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എഫ് ആണ് വേണ്ടിയിരുന്നത്. നമ്മൾ ആ ഡെഫിനിഷനെ ജനറൽ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ടാൻ ഡെൽറ്റ ഈക്വൽ ടു എച്ച് ബൈ എഫ്. എച്ച് 1 ആണെങ്കിൽ ടാൻ ഡെൽറ്റ ഈക്വൽ ടു 1 ബൈ എഫ്. ഫോർ സ്മോൾ ആംഗിൾസ് tan theta is approximately equal to theta, delta equal to 1 by f, equal to power of lens, that is 1 by f. നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 by f equal to n2 with respect to 1. അതിന് നമ്മൾ n എന്ന് എഴുതി. n minus 1, 1 by r1 minus 1 by r2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെയാണ് അപ്പോൾ നമുക്ക് ഇതിനെ എന്തായിട്ട് പറയാം? 1 by f പവർ ആണെങ്കിൽ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ പവർ എന്ന് നമുക്ക് പറയാം. ഇതെന്തിൻ്റെ എക്സ്പ്രഷനായിട്ട് നമുക്ക് കണക്കാക്കാം? പവറിൻ്റെ എക്സ്പ്രഷനായിട്ട് നമുക്ക് കണക്കാക്കാം. പവർ ഈക്വൽ ടു 1 by f ഈക്വൽ ടു ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ n മൈനസ് 1 ഇൻറ്റു 1 by r1 മൈനസ് 1 by r2 എന്ന് നമുക്ക് പറയാം. സോ ഡെൽറ്റ ഈസ് ദ കൺവേർജിങ് ആംഗിൾ. അപ്പോൾ എന്താണ്? പവർ ഓഫ് ലെൻസിൻ്റെ മറ്റൊരു ഡെഫിനിഷനാണ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ, ടാൻജൻറ്റ് ഓഫ് ഡെൽറ്റ ബൈ വിച്ച് ഇറ്റ് കൺവേർജസ് ഓർ ഡൈവേർജസ് എ ബീം ഓഫ് ലൈറ്റ് ഫാളിംഗ് ഓൺ ഇറ്റ്, അല്ലെങ്കിൽ അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്നും പറയാം. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? പവർ ഓഫ് ലെൻസ്. എക്സാക്ട്ലി എബിലിറ്റി ഓഫ് എ ലെൻസ് ടു കൺവേർജ് ഓർ ഡൈവേർജ് എന്നും ഇതും നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. രണ്ടും നമുക്ക് പവറിൻ്റെ ഡെഫിനിഷൻസ് ആണ്. പവറിൻ്റെ ഇക്വേഷനാണ് 1 by f എന്ന് പറയാം. അപ്പോൾ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റി. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫോർ കൺവേർജിങ് ലെൻസ് പവർ ഈസ് പോസിറ്റീവ്. ആരാത്? കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം പവർ പോസിറ്റീവാണ്. ഫോർ ഡൈവേർജിങ് ലെൻസ്, കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം പവർ നെഗറ്റീവാണ്. ഇതും നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ പവർ ഓഫ് ലെൻസ് എന്നുള്ള
ടോപ്പിക്. ഓക്കെ.